പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ കുറ്റസമ്മതമൊഴിയുടെ വിവരങ്ങൾ 24-ന്. താൻ ആക്രമിക്കപ്പെടുമോ എന്ന ഭയം അരിങ്കൊലയ്ക്ക് കാരണമായി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയത് കളിയാക്കിയതിലെ പ്രതികാരത്തെ തുടർന്നാണെന്നും ചെന്താമര മൊഴി നൽകിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിപിൻ, ഈ കുറ്റസമ്മതമൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്? ഉന്മേഷ്, ഒരു പ്രത്യേക മനോനിലയായിരുന്നു ഈ ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുറ്റസമ്മത മൊഴിയുള്ളത്. അയാൾ കുറേ കാര്യങ്ങൾ ആണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായത് ഇയാൾ ഒരു സംശയ രോഗത്തിന് അടിമയായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം ഭാര്യയും മകളും അവർ സുന്ദരിയായിരുന്നു, അവരൊക്കെ ജീവിതത്തിൽ ഉയർന്നു. പക്ഷേ തനിക്ക് താൻ ഒന്നും ആയില്ല ജീവിതത്തിൽ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഒപ്പം തന്നെ തൻ്റെ ഈ കുടുംബമൊക്കെ അകലാൻ കാരണം സജിതയും കുടുംബവും തനിക്കെതിരെ നടത്തിയിട്ടുള്ള കൂടോത്രമാണ് എന്നുള്ളത് ഇയാൾ വിശ്വസിച്ചു അതിൽ സംശയിക്കുകയൊക്കെ ചെയ്തു. ഒപ്പം തന്നെ ഈ സജിതയെ കൊലപ്പെടുത്താനുള്ള കാരണവും അങ്ങനെ ഒരു കളിയാക്കിയതിലുള്ള ഒരു പ്രതികാരത്തിന് പുറത്താണ് സജിതയെ കൊലപ്പെടുത്തിയത്. സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ ജയിലിൽ പോകുന്നു. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴും തന്നെ ആരൊക്കെയോ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇടുന്നു എന്നുള്ളൊരു ചിന്ത, അത്തരമൊരു സംശയരോഗം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ സംശയിക്കുന്നു. അവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതുപ്രകാരം കൊന്നു. ഈ സുധാകരനെയും അമ്മയെയും ഇപ്പോൾ കൊലപ്പെടുത്തി എന്നുള്ളത് കൂടിയാണ് ഈ കുറ്റസമ്മത മൊഴിയുടെ ഒരു ചുരുക്കമുള്ളത്. അപ്പോൾ ഈ സുധാകരനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി സുധാകരനെ ആക്രമിക്കുന്ന സമയത്ത് ഈ ലക്ഷ്മി എന്നുള്ള അമ്മയെ കൊലപ്പെടുത്താൻ ഇയാൾ ഉദ്ദേശിച്ചിരുന്നില്ല. അവർ പുറത്തേക്ക് വന്ന് തന്നെ ചീത്ത വിളിച്ചതിൽ പെട്ടെന്ന് പ്രകോപിതനായി ലക്ഷ്മി അമ്മയെ കൂടി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഇയാൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ ഇയാളുടെ ഒരു മനോനില തെറ്റി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രഥമ ഉദാഹരണമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുള്ളത്, ഇയാൾ ഈ കാട്ടിനുള്ളിൽ പോയി അവിടെ നിന്ന് പുറത്തേക്ക് വന്നത് വിശന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ഇയാൾ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ബോധ്യം അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇയാൾ അവിടെ വരുമ്പോൾ ഈ വീട്ടിലേക്ക് അവിടെ പോലീസ് ഉണ്ടാകുമെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ താൻ ജനങ്ങളുടെ കയ്യിൽ അകപ്പെടുമെന്നുണ്ടായിരുന്നു. ഈ കാടടച്ച് എല്ലാവരും തിരയുന്ന സമയത്ത് ഇയാൾ എവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു കാരണം അയാൾക്ക് ഇതേക്കുറിച്ച് അറിയാമായിരുന്നു. അയാൾ പോലീസിൻ്റെ പിടിയിലാകുമെന്നുള്ളൊരു ബോധം അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. കാരണം ഈ സജിതയെ കൊലപ്പെടുത്തി ഇയാൾ ഇതേപോലെ തന്നെ കാട്ടിലേക്ക് അകപ്പെട്ട് ഇത് വീട്ടിലേക്ക് വരുന്ന സമാനമായ രീതിയിലാണ് ഇപ്രാവശ്യം ഇയാൾ പിടിയിലാകുന്നത്. അപ്പോൾ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ നിറവേറ്റി, അല്ലെങ്കിൽ താൻ പിടിയിലാകുമെന്ന് ഉറപ്പിച്ച് എന്തായാലും ആ ഒരു ബോധ്യം അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അയാൾ യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. തനിക്കെതിരെ ഉണ്ടായിരുന്നു എന്ന് സംശയിച്ച ആളുകളെയൊക്കെ താൻ വകവരുത്താൻ തീരുമാനിക്കുന്നു, ആ രീതിക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടോത്രം നടത്തി എന്നുള്ള ഒരു സംശയമാണ് ഈ ഒരു അരുംകൊലയ്ക്ക് കാരണമായിരിക്കുന്നത്. അതിൽ എല്ലാ തരത്തിലും അയാൾക്കൊരു സംശയരോഗവും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മനോനില വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ അരുംകൊലകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ കുറ്റസമ്മത മൊഴിയുടെ ഏറ്റവും രത്ന ചുരുക്കം ഉള്ള ഉന്മേഷ്. വിപിൻ സി വിജയനാണ് നെന്മാറയിൽ നിന്ന് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്, കുറ്റസമ്മത മൊഴിയുടെ വിശദാംശങ്ങൾ നൽകിയത്.